ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ധനുഷ്കോടി ബീച്ചിലെ സുന്ദര കാഴ്ചകളാണ്. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. രാമേശ്വരം ദ്വീപിൻ്റെ അഗ്രത്തിലാണ് ധനുഷ്കോടി ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഈ ബീച്ചിൽ ബംഗാൾ ഉൾക്കടലും മാന്നാർ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കടലും ലയിക്കുന്നു. ഇതിന് തമിഴിൽ അരിച്ചൽ മുനെ എന്ന് അറിയപ്പെടുന്നു. 1964 മുമ്പ് ധനുഷ്കോടി തിരക്കേറിയ ഒരു നഗരമായിരുന്നു. ധനുഷ്കോടി ബീച്ച് എല്ലാ ദിവസവും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിച്ചിരുന്നു. 1964 ഒരു ചുഴലിക്കാറ്റിൽ ധനുഷ്കോടി ഏതാണ്ട് നശിച്ചു. ആ സ്ഥലം വാസയോഗ്യമല്ലാതായി മാറിയതിനാൽ ഇത് ഒരു പ്രേത നഗരമായി കണക്കാക്കപ്പെടുന്നു. നിരവധി വിനോദസഞ്ചാരികൾ ഇപ്പോഴും ധനുഷ്കോടി ബീച്ച് സന്ദർശിക്കുന്നു. ഹിന്ദു ഇതിഹാസമനുസരിച്ച് വാനരന്മാരുടെ സൈന്യം ശ്രീരാമന് വേണ്ടി നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്ന അദാമിൻ്റെ പാലം എന്നും അറിയപ്പെടുന്ന രാമസ് സേതു വ്യൂ പോയിൻ്റാണ് ബീച്ചിലെ പ്രധാനമായ ആകർഷണം. സൂര്യൻ, മണൽ, വെള്ളം സഞ്ചാരികളെ ആകർഷിക്കുന്ന ഏറ്റവും മികച്ച ബീച്ച് അനുഭവങ്ങൾ ധനുഷ്കോടിയിലാണ്. നീലക്കടലിൻ്റെ വിശാലതയും ആഴവും കാണേണ്ട കാഴ്ച തന്നെയാണ്. തീരത്തെ അനന്തമായ ആകർഷണങ്ങളെല്ലാം അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇവിടുത്തേത്. ഈ വഴി സമുദ്രത്തിലേക്ക് അങ്ങ് തള്ളി നിൽക്കുന്ന ഒരനുഭവമാണ് നമ്മൾ കാണുന്നത്. തിരമാലകൾ ഈ വഴി എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി വഴിയുടെ 3 സൈഡിനും നല്ല വീതിയിൽ കരിങ്കല്ലുകൾ അടുക്കിയിരിക്കുകയാണ്. തിരകൾ ഈ കല്ലിലൊന്ന് തല്ലി അലച്ച് അവിടെ നിന്ന് മടങ്ങിപ്പൊക്കോളും. തീരത്തെ പുൽകാനുള്ള അവൻ്റെ ആ ത്വര അവിടെ ആ കരിങ്കല്ലിലടിച്ച് നഷ്ടപ്പെടുകയാണ്. വഴിയുടെ 2 സൈഡിലും വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന വണ്ടികൾ പതിയെ അവിടെ വന്ന് അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ടെങ്കിൽ അവിടെ പാർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ വന്ന് തിരിച്ച് പുറകോട്ട് വന്ന് സ്ഥലമുള്ളിടത്ത് വഴിയുടെ സൈഡിൽ പാർക്ക് ചെയ്യുന്നു. അനന്തമായ കടലിൻ്റെ കാഴ്ചയാണ് നമുക്കിവിടെ വരുമ്പോഴത്തേനും ദർശിക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഇന്ത്യയിലെ പല ഭാഷകൾ സംസാരിക്കുന്ന യാത്രികരെ കാണാൻ പറ്റും. നല്ല വെയിലുണ്ടെങ്കിലും കാറ്റ് അതുപോലെ ശക്തമായതിനാൽ നമുക്ക് അവിടുത്തെ ചൂട് അങ്ങനെ പ്രത്യേകമായിട്ട് ബുദ്ധിമുട്ടുള്ളതായിട്ട് അനുഭവപ്പെടുന്നില്ല. ഇതാണിങ്ങനെ കല്ല് അടുക്കിയിരിക്കുന്നത് 2 സൈഡിലും, വഴിയുടെ 2 സൈഡിലും. അങ്ങ് കുറേ ദൂരത്ത് നിന്ന് ഇങ്ങോട്ട് ഇതുപോലെ കല്ലടക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തിരമാലകൾ അവിടം വരെ വന്ന് അലച്ചു തല്ലി അവിടെ നിന്ന് തിരിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത്.
തമിഴ്നാടിൻ്റെ വിശാലമായ കടൽ തീരത്തെ ഏറ്റവും ആകർഷണീയമായ അലങ്കാരങ്ങളിലൊന്നാണ് മനോഹരമായ ധനുഷ്കോടി ബീച്ച്. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഓരോ വർഷവും ധനുഷ്കോടി ബീച്ച് സന്ദർശിക്കുന്നത്. ഒരു വശത്ത് മാന്നാർ ഉൾക്കടലും മറുവശത്ത് ബംഗാൾ ഉൾക്കടലുമാണ് ഈ ബീച്ചിനെ ചുറ്റിപ്പറ്റിയുള്ളത്. തമിഴ്നാടിൻ്റെ തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അതിശയകരമായ ബീച്ച് ഡെസ്റ്റിനേഷൻ ചരിത്രത്താലും ഐതിഹ്യങ്ങളാലും സൗന്ദര്യത്താലും സമ്പന്നമായ സ്ഥലമാണ്. അവിടെ നിന്നാണ് നമ്മൾ വന്ന സ്ഥലമാണ്. അവർ സ്തൂപം പോകുന്ന പോലെ കാണുന്ന ആ സ്ഥലമാണ് ഇതിൻ്റെ എൻഡ്. അതിനപ്പുറത്തേക്ക് കടലാണ്. നമ്മൾ അങ്ങോട്ടാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ, രണ്ട് സൈഡിലും കാഴ്ചകളൊക്കെ കണ്ട് അങ്ങോട്ടാണ് നമ്മൾ നടക്കുന്നത്. കടൽ ജലം വളരെ തെളിഞ്ഞതും നീല കളറുള്ളതുമാണ്. ഈ വേലിൻ്റെ കാഠിന്യം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി വിവിധ ഭക്ഷണപദാർത്ഥങ്ങൾ ഇവിടെ അവർ കട്ട് ചെയ്ത് വെച്ച് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. നീളത്തിലുള്ള വലിയ മാങ്ങയുടെ കട്ട് പീസസ്, കൈതച്ചക്കയുടെ കട്ട് പീസസ്, നമ്മുടെ തണ്ണിമത്തൻ, അങ്ങനെ നിരവധി സാധനങ്ങളുണ്ട്. ഒരു ചെറിയ കപ്പിനകത്ത് 20 രൂപ. പിന്നെ ഇവിടുത്തെ വലിയ ഒരാകർഷണം ഈ മുത്തുച്ചിപ്പികളാണ്. അതിൻ്റെ കച്ചവടത്തിന് നിറയെ ആൾക്കാരുണ്ട്. കടൽ മനോഹരമൊരു കാഴ്ചയാണ്. വിവിധ വർണ്ണങ്ങളിലും തരത്തിലുമുള്ള മുത്തുച്ചിപ്പികൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെയുള്ള ലോക്കൽസാണ് ഇതിൻ്റെ വിൽപ്പന. മാലകൾ, ഇതൊക്കെ വാങ്ങിക്കാനും ആൾക്കാർ ഒത്തിരി പേരുണ്ട്. നമ്മളവിടെ പോയതിൻ്റെ ഓരോർമ്മ നമ്മുടെ വീട്ടിൽ എവിടെ വയ്ക്കുക എന്നുള്ളത് മിക്ക യാത്രാപ്രേമികളുടെയും ഒരു അവരുടെ ഒരു ചട്ടമാണ്. അവരങ്ങനെ അത് ചെയ്തു വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ധനുഷ്കോടിയുടെ എന്തെങ്കിലും ഒരു ഓർമ്മ നമ്മുടെ വീട്ടിൽ നമുക്ക് പുതുക്കാൻ വേണ്ടി നമ്മളവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പം നമ്മൾ അവിടെയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി വയ്ക്കാറുണ്ട്. കടലിൻ്റെ ജലത്തിൻ്റെ കളറ് വളരെ മനോഹരമാണ്.
നമ്മൾ കാണുന്നത് അപ്പുറമുള്ള ഒരു ചെറിയ മണൽ ദ്വീപ് പോലെ കാണുന്ന ഈ പിന്നെ കടലിനകത്ത് കാണുന്ന ചെറിയൊരു മണൽത്തിട്ടയാണ്. നമ്മൾ ഏതാണ്ട് ഇങ്ങേ അറ്റത്ത് വന്നു. ഈ അറ്റത്ത് നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന ശ്രീലങ്കയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു ചെറിയ മണൽത്തിട്ട് പോലത്തെ സ്ഥലമാണ് നമ്മൾ മുമ്പേ കണ്ടത്. നമ്മൾ എൻഡി വന്നിട്ട് നേരെ ഇതാണ് നേരത്തെ അവിടെ നിന്ന് കണ്ട ഒരു സ്തൂപം പോലെയുള്ള സ്ഥലം. വണ്ടികൾ ഇതിലൂടെ വന്നാണ് തിരിച്ച് ഇതിൻ്റെ ചുറ്റും വന്ന് തിരിച്ച് അങ്ങോട്ട് പോകുന്നത്. ഇതാണ് അതിൻ്റെ ഡെഡ് എൻഡ് എന്ന് പറയുന്നത്. യാത്രക്കാരൊക്കെ കണ്ടവരൊക്കെ മടുത്ത് വിശ്രമത്തിനാക്കിയിട്ട് അവിടെ ആ സ്ഥലങ്ങളിൽ ഇരിക്കുന്നുണ്ട്. മറ്റ് ആൾക്കാരൊക്കെ പതിയെ വീണ്ടും അടുത്ത സ്ഥലങ്ങളിലേക്ക് അടുത്ത കാഴ്ചകളിലേക്ക് വീണ്ടും നടന്നു നീങ്ങുകയാണ്. എല്ലാവരും ഇങ്ങനെ കൂടുതലും പിള്ളേരൊക്കെ ആയിട്ട് വന്നവരാണ് കൂടുതലും ഇതിൻ്റെ വിലയൊക്കെ ചോദിച്ചിങ്ങനെ ഇതിൻ്റെ കൂടെ കൂടിയിരിക്കുന്നത്. വിൽപ്പനക്കാരും കോടയൊക്കെ വെച്ചിട്ടുണ്ട്. കൂടുതലും ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്കുള്ളത്. ഇതിൻ്റെ ഒരു സൈഡിൽ നല്ല ഒരു മണൽപ്പരപ്പുണ്ട്. അവിടെ ആൾക്കാർ ഇറങ്ങി കടലിലേക്കൊക്കെ കാലിലൊക്കെ വെള്ളം പറ്റിക്കുന്നുണ്ട്. ഇതാണ് കാണുന്ന ആ മണൽപ്പരപ്പ്. ഇതൊരു യൂണിഫോം ഇട്ട ഒരു കൂട്ടം ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. ഇതാണ് ഫുഡൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുടെ സ്റ്റാളിൻ്റെ പുറകിലുള്ള കൂടുതൽ സാധനങ്ങൾ അവർ കരുതിയിട്ടുണ്ട്. തീർന്നു കഴിഞ്ഞാൽ വീണ്ടും കട്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടി. ഈ മണൽപ്പരപ്പിലേക്ക് ഇറങ്ങണമെങ്കിൽ ഈ കല്ലിൻ്റെ ഇടവഴി താഴോട്ട് ഇറങ്ങണം. ഇടയ്ക്ക് ചെറിയ വഴി പോലെ ഉണ്ട്. ഇതാണ് കാലിട്ടിരിക്കുന്ന അവസ്ഥ. ഇങ്ങനെയാണ് ആൾക്കാർ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നത്. ഒരു കല്ലിൽ നിന്ന് വേറൊരു കല്ലിലേക്ക് ചവിട്ടി വേണം ഇറങ്ങാൻ. ശകലം ബുദ്ധിമുട്ടാണ്. എല്ലാം നിറയെ ഇങ്ങനെ പഞ്ചാര മണൽ ഇങ്ങനെ കിടക്കുന്നു. അവിടെ മണൽപ്പരപ്പിൽ ഒരു വള്ളം വെച്ചിട്ട് നമ്മൾ വള്ളത്തിൽ ഇരിക്കുന്ന ഫോട്ടോ പോലും അപ്പം തന്നെ നമുക്ക് അവിടെ നിന്ന് എടുത്ത് കിട്ടും. ഇവിടുത്തെ ഒരു പ്രത്യേകത കണ്ടത്, ഇവിടെ നിറയെ ഇങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പം ഫോട്ടോകൾ പ്രിൻ്റ് ചെയ്ത് നമുക്ക് തരുന്ന കടലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും അതുപോലെ തന്നെ വള്ളത്തേലിരുത്തിയും ഇങ്ങനെയൊക്കെയുള്ള പല ടൈപ്പ് ഫോട്ടോകൾ പ്രിൻ്റ് ചെയ്ത് തരുന്നത് വിത്ത് പ്രിൻ്റർ. ഫോട്ടോഗ്രാഫേഴ്സ് വിത്ത് പ്രിൻ്ററാണ് അവിടെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ നിലയുറപ്പിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഫോട്ടോ ഇവിടെ പ്രിൻ്റ് കിട്ടും. ഇതാണ് ഒരു പ്രിൻ്റ് സ്റ്റേഷൻ. ഇവിടെ പ്രിൻ്ററുണ്ട്, അവിടെ നിന്ന് പ്രിൻ്റ് ചെയ്ത് കിട്ടും. നമ്മളൊരു ഫോട്ടോ വേണമെന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ട മറ്റ് സ്ഥലങ്ങളിൽ അപ്പുറത്തെ സ്ഥലങ്ങളിലെല്ലാം പിന്നെ ഇതിൻ്റെ തീരത്ത് ഈ സമുദ്രത്തിൻ്റെ തീരത്തുള്ള ഭാഗങ്ങളിലെല്ലാം ഇതുപോലെയുള്ള ഈ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് അപ്പം തന്നെ തരുന്ന ഫോട്ടോ എടുത്ത് അപ്പം തന്നെ പ്രിൻ്റ് ചെയ്ത് തരുന്ന ആൾക്കാരുണ്ട്. ആൾക്കാർ ഇങ്ങനെ
ഇവിടെ കാണുന്ന ഇവിടെ സമുദ്രത്തിന് ഈ സൈഡിൽ ആഴം കുറവാണ്. ഈ മണൽപ്പരപ്പിനോട് ചേർന്ന് നടക്കുന്ന ഭാഗത്തൊക്കെ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് വരെയും മണൽപ്പരപ്പുണ്ട്. അതിന് അപ്പുറത്താണ് ആഴമുള്ളത്. അവിടെ നമ്മൾ ചെറിയ തിരകൾ കാണും. ഇതിങ്ങനെ റൈറ്റ് സൈഡിലേക്ക് ഈ മണൽപ്പരപ്പ് ഇങ്ങനെ നീണ്ടു കിടപ്പുണ്ട്. അവരവിടെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കിവിടെ തിരകൾ ശക്തി തീരെ കുറവാണ്. ചില സമയത്ത് ഈ തിരകൾ ഇങ്ങോട്ട് ശക്തമായിട്ട് അടിച്ചു കയറും. അപ്പോൾ അന്നേരപ്പോഴത്തേനും നമുക്ക് അവിടെ ഒന്നും ഇറങ്ങി നിൽക്കാൻ പറ്റില്ല. അതിനാണ് അവരിവിടെ ഇങ്ങനെ കയറ് കെട്ടിയിരിക്കുന്നത്. ഇപ്പം തിരകൾ കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് ആൾക്കാരെല്ലാം ആ കയറിന് അപ്പുറത്ത് കൂടി ഇറങ്ങി അവിടെ വെള്ളത്തിൽ ഇറങ്ങി നിന്നൊക്കെ ഫോട്ടോകൾ എടുക്കുന്നുണ്ട്. ഈ കയറിനപ്പുറത്തേക്കും കുറച്ച് മണൽത്തിട്ടയുണ്ട്. പക്ഷേ നമുക്കവിടെ പോകരുതെന്നും പറഞ്ഞാണ് അവിടെ അവർ റെഡ് ഫ്ലാഗ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ഇത് കെട്ടിയിരിക്കുന്ന ഈ കയറ് കെട്ടിയിരിക്കുന്നിടത്ത് അത് നമ്മളിപ്പോൾ ഇപ്പം അവിടെ കടൽ പ്രക്ഷുബ്ധമല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരിക്കും ഇപ്പം പോയാൽ. പക്ഷേ എപ്പോഴാണ് ഇത് മാറുന്നതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് അവരവിടെ ഒരു പ്രിക്കോഷനായിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ധനുഷ്കോടി എന്ന വാക്കിൻ്റെ അർത്ഥം ബില്ലിൻ്റെ ആഗ്രഹം എന്നാണ്. ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന സ്ഥലമാണ് ആരിച്ചാൽമനെ. ഇന്ത്യൻ ഇതിഹാസമായ രാമായണത്തിലെ ശ്രീരാമൻ തൻ്റെ വില്ലിൻ്റെ അറ്റം ചൂണ്ടിക്കാണിക്കുകയും രാക്ഷസ രാജാവായ രാവണൻ്റെ ലങ്കയിലെത്താൻ സമുദ്രത്തിന് കുറുകെ ഒരു പാലം പണിയാൻ തൻ്റെ സൈനികരോട് ആവശ്യപ്പെടുകയും ചെയ്തതായി വിശ്വസിക്കപ്പെടുന്നു. രാവണൻ രാമൻ്റെ പത്നിയായ സീതയെ തട്ടിക്കൊണ്ടുപോയി അവളെ രക്ഷിക്കാൻ രാമന് ലങ്കയിലെത്തേണ്ടി വന്നു. അതിനാൽ ഈ സ്ഥലം ഇന്ത്യൻ പുരാണങ്ങളിലും ചരിത്രത്തിലും സുപ്രധാനവും പ്രധാനവുമായ സ്ഥാനം വഹിക്കുന്നു. 15 കിലോമീറ്റർ വരെ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ധനുഷ്കോടി ബീച്ച് പലപ്പോഴും ഉയർന്ന വേലിയേറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒന്നാണ്. എന്നിരുന്നാലും കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒറ്റയ്ക്കുള്ള യാത്രക്കാർക്കും ഒരുപോലെ അനുയോജ്യമായ ഒരു അവധിക്കാല സ്ഥലമാണ് ഇവിടം. ഗൾസ്, ഫ്ലമിംഗോകൾ തുടങ്ങി വിവിധ ദേശാടന പക്ഷികളും ഈ പ്രദേശത്ത് കാണപ്പെടുന്നു. ഈ പ്രദേശത്തിൻ്റെ സ്വാഭാവിക ആനന്ദം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ധനുഷ്കോടിയിലെയും പരിസരങ്ങളിലെയും വിവിധ ലൊക്കേഷനുകൾ ഈ ബീച്ചിൽ നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാം. ഇത് സർവ്വതോന്മുഖമായ ഒരു യാത്രാനുഭവമാക്കി മാറ്റുന്നു. അങ്ങോട്ട് മാറുമ്പം ആ വെള്ളത്തിൻ്റെ കളർ കാണുമ്പം തന്നെ അറിയാം സമുദ്രത്തിൻ്റെ ആഴം. ഈ ഭാഗത്തൊക്കെ മണൽ പരപ്പുള്ളതുകൊണ്ട് കളറ് കുറവുണ്ട്. അപ്പുറത്തേക്ക് മാറുന്തോറും ആ നീല കളറുകൾ ആഴം കൂടുന്നതിൻ്റെ തെളിവായി കാണപ്പെടുന്നുണ്ട്. ഈ മണൽപ്പരപ്പിൻ്റെ അടുത്തുള്ള പ്രദേശത്തൊക്കെ നീല കളർ തീരെ കുറവാണ്. പക്ഷെ കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലും തോറും സമുദ്രത്തിന് വളരെ ആഴം കൂടുതലുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കളറും നല്ല നീലയാണ്. ഈ മണൽപ്പരപ്പിൽ വെള്ളത്തിലിറങ്ങിയെന്ന് ആൾക്കാർ ഫോട്ടോ എടുത്തിട്ടും മതിയാവാതെ അങ്ങനെ നിന്ന് ഈ നമ്മുടെ ഈ ഒരു പ്രദേശം അങ്ങ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ധനുഷ്കോടി ബീച്ചിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഈ റൈറ്റ് സൈഡിലെ മണൽത്തിട്ട. ഈ ഒരു നേരത്തെ ഇതിൻ്റെ എൻഡ് വരെയും വന്ന ആ സ്തൂപം കണ്ടിട്ട് നമ്മൾ അപ്പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. നമ്മൾ ആ സ്തൂപത്തിന് വെളിയിൽ വഴിയുടെ അവിടെ ഒരു മതിൽ പോലെ കെട്ടിയിട്ടുണ്ട്. അതിന് വെളിയിൽ നമ്മൾ വന്നില്ല. അപ്പോൾ ഈ ഭാഗത്ത് അവിടെ കല്ലിൽ നിന്നാൽ മീനുകൾ നിൽക്കുന്നത് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതുകൂടി ഒന്ന് കവർ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് ആ ഭാഗത്തേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ നമ്മൾ
അവിടുത്തെ നാച്ചുറൽ സൗണ്ടൂടെ ഇവിടെ കേൾപ്പിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ മീനുകൾ കാണാമെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമെന്ന് കരുതുന്നു. സമുദ്രജലമായതുകൊണ്ട് മത്തി പോലത്തെ മീനുകളാണെന്ന് തോന്നുന്നു. വലിയ വലിപ്പമുള്ള മീനുകളല്ല, ചെറിയ മീനുകൾ കൂട്ടമായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്. അവിടെ എല്ലാം മീനുകളുണ്ട്. ചില കൂട്ടമായിട്ടാണ് വെള്ളത്തിൽ കാണപ്പെടുന്നത്. കുരങ്ങൻ ഇറങ്ങി വരുന്നുണ്ട്. ആൾക്കാർ ഈ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഈ വേസ്റ്റ് ഈ കല്ലിനിടയിലേക്ക് ഇടും. അപ്പോൾ അതൊക്കെ തിന്നാൻ പോകുന്നതാണെന്ന് തോന്നുന്നു. നമ്മളവിടെ ഇപ്പം ക്ലിയർ ആയിട്ട് അവിടെ മീനുകൾ കാണാം. ഇവിടെയാണ് അവിടെ കാണാൻ നന്നായിട്ട്. ഇതാണ് ഇതിവിടെ നോക്കുമ്പോൾ നമ്മൾ പടിഞ്ഞാറ് സൈഡിലായിട്ട് നമുക്ക് കാണുന്ന ഒരു ചെറിയ ഒരു മണൽത്തിട്ട് ഒരു ചെറിയ ദ്വീപ് പോലെ മണൽത്തിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ഏതാണ്ട് 25 കിലോമീറ്റർ അകലെയാണ് ശ്രീലങ്ക. നമുക്ക് ഇവിടെ കിട്ടുന്ന നമ്മുടെ മൊബൈലിൽ കിട്ടുന്ന പിന്നെ മൊബൈലിൽ റേഞ്ച് കിട്ടുന്നത് നമ്മുടെ ഇന്ത്യയിലെ അല്ല, അപ്പുറത്തെ സൈഡിൽ നിന്നാണ് നമുക്ക് സിഗ്നൽസ് കിട്ടുന്നത്. ഇവിടെ വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ സിഗ്നൽസ് നഷ്ടപ്പെട്ട് അങ്ങേ സൈഡിൽ നിന്നാണ് ഇവിടെ കിട്ടുന്നത്. നമ്മൾ റോമിങ്ങിലേക്ക് പോവാണ് ഇവിടെ വരുമ്പോഴത്തേനും. കടലുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ വിൽക്കുന്ന നിരവധി കച്ചവടക്കാർ ഇവിടെയുണ്ട്. വിലകൾ എല്ലായിടത്തും ഏതാണ്ട് ഒരുപോലെയാണ്. അതിനാൽ ഒരു നല്ല ഡീൽ തേടി നമ്മുടെ സമയം അവിടെ പാഴാക്കേണ്ടതില്ല. സൂര്യോദയം സൂര്യാസ്തമയം ഇവിടെ ശരിക്കും മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. എല്ലാവരും ഈ ഒരു നമ്മുടെ ആ കടലിൻ്റെ കാഴ്ചകളെല്ലാം ഇങ്ങനെ നമ്മുടെ മൊബൈലിൽ ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ്. ഇത് ശ്രീലങ്കയിലേക്കുള്ള ഇന്ത്യയുടെ അവസാന പോയിന്റാണ്. ഇവിടെ നമുക്ക് രാത്രിയിൽ പോകാൻ അനുവാദമില്ല. വളരെ ഒരു വെളുത്ത രൂപം പോലെ നമുക്ക് കാണാവുന്നതാണ്. ഇവിടുന്ന് പരിചയമുള്ളവർ പറയുന്നത് അത് ശ്രീലങ്കയാണെന്ന് പറയുന്നു. ഇവിടുന്ന് 25 കിലോമീറ്റർ ദൂരെയാണ് ശ്രീലങ്ക. ഒരു വശത്ത് ബംഗാൾ ഉൾക്കടലും മറുവശത്ത് ഇന്ത്യൻ മഹാസമുദ്രവും കാണാം. ഇവിടെ രണ്ടും ഒന്നായി ലയിക്കുന്നു. ഏറ്റവും നല്ല സമയം ഉച്ചകഴിഞ്ഞ് പോയി വൈകുന്നേരം വരുന്നതാണെന്നാണ് പറയുന്നത്. ഇവിടെ വൈകി നമുക്ക് നമ്മളെ തങ്ങാൻ ഇവിടെ അനുവദിക്കത്തില്ല. നിങ്ങൾ ഈ ഇവിടുത്തെ ഈ ബീച്ചിൻ്റെ കാഴ്ചകൾ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന കരുതുന്നു.
ആ കൊടികളിലേക്ക് ഒരു ഇത് കണ്ടാൽ അറിയാം ഇവിടുത്തെ കാറ്റിൻ്റെ ഗതി. ഈ മുത്തുച്ചിപ്പികളുടെ ലോകത്തുനിന്ന് നമ്മൾ പതിയെ മടങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാണ്. ഇനി തിരിച്ച് നമ്മുടെ വണ്ടി ദൂരെയാണ് കിടക്കുന്നത്. അപ്പം ഇവിടുത്തെ ഈ ഒരു ലോകം നിങ്ങൾ ആസ്വദിച്ചെന്ന് കരുതുന്നു. മുത്തുച്ചിപ്പികളും ഈ നമുക്കുള്ള ചെറിയ ഭക്ഷണപദാർത്ഥങ്ങളുമാണ് ഇവിടെ നമുക്ക് സുലഭമായിട്ട് വാങ്ങിക്കാൻ കിട്ടുക. അങ്ങനെ നമ്മൾ ധനുഷ്കോടിയോട് വിട പറയുകയാണ്. വളരെ നല്ല ഓർമ്മകൾ മനസ്സിൽ അവശേഷിപ്പിച്ച് നമ്മൾ ധനുഷ്കോടിയിൽ നിന്നും വീണ്ടും നമ്മൾ തിരിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.